ഞങ്ങൾ ലാസ്റ്റ് മന്ത് ബാംഗ്ലൂർ പോയപ്പം വിസിറ്റ് ചെയ്ത റെസ്റ്റോറൻറ്റ്സിൽ ആദ്യം എടുത്ത് പറയേണ്ടത് JP നഗറിലെ ആംബിഡോ കോണ്ടിനെൻ്റൽ റെസ്റ്റോറൻ്റ് ആണ്. അതിൻ്റെ കോസി ആംബിയൻസും വെറൈറ്റി ഓഫ് ഫുഡും ആർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് അവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ലോബിയാണ്. ആ ലോബിയിലുള്ള ഡെസേർട്ട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണിത് കേട്ടോ. ഞങ്ങൾ ഡെസേർട്ട്സ് അന്ന് ട്രൈ ചെയ്തിട്ടില്ല, ഇനി പോകുമ്പോൾ ട്രൈ ചെയ്യണം. എന്തായാലും നല്ല ഡെസേർട്ട്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ ആംബിഡോയിൻ്റെ ഒരു സ്പെഷ്യൽ ഡെസേർട്ട് അവിടെ കണ്ടു. നമ്മുടെ ഇളയച്ചനും മോനും ഫാമിലിയാണ് ഞങ്ങളെ അവിടെ കൊണ്ടുപോയത് കേട്ടോ. എന്തായാലും സൂപ്പിൻ്റെ കൂടെ നമ്മൾ ഡിന്നർ കഴിക്കാനാണ് നമ്മൾ പോയത്. സൂപ്പിൻ്റെ കൂടെ ഓർഡർ ചെയ്തത് ഫയർ ക്രാക്കർ പ്രോൺസ് ആണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. അതുപോലെ ബാസ ഫിഷ് കൊണ്ടുള്ള ഒരു അജ്വൈനി ഫിഷ് ടിക്ക, ഇതിൽ കുറച്ച് അയമോദകമൊക്കെ ചേർത്തിട്ടുണ്ട്. അജ്വൈൻ എന്ന് പറയുമ്പോൾ അയമോദകമാണല്ലോ, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ജാപ്പനീസ് ഡിഷായിട്ടുള്ള യാസി ടെമ്പുര സൂഷിയാണിത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയായിരുന്നു. ഇറ്റാലിയൻ പിസ്സ, ജാപ്പനീസ് ഡിഷായിട്ടുള്ള സൂഷി, കോക്ടെയിൽസ്, ഏഷ്യൻ ആൻഡ് ഇന്ത്യൻ ഡിഷസ് ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ഉള്ള ഡിന്നർ പാർട്ടീസിനും വീക്കെൻഡ് ഹാങ് ഔട്ട്സിനും പറ്റിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണിത്. മെയിൻ കോഴ്സായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തത് ചിക്കൻ ബിരിയാണി, ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ്, റൊട്ടി, ഇതൊക്കെയാണ്. സൈഡ് ഡിഷായിട്ട് വെജ് ദിവാനി ഹണ്ടിയാണ് ട്രൈ ചെയ്തത്. പിന്നെ ബട്ടർ ചിക്കനും ഇവിടുത്തെ ചിക്കൻ ലബബ്ദാറും ചൈനീസ് ഡിഷും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് എല്ലാം കൂടെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല സർവീസായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ലോബിയിൽ പോയിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് പോയത്. പിന്നെ ഇനി രണ്ടാമത് പറയാനുള്ള റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിറ്റിയിലെ തന്നെ ഫേസ് 2 M5 മോളിലുള്ള കോപ്പർ ചിമ്മിനിയാണ്. നോർത്ത് ഇന്ത്യൻ ആൻഡ് മുഗ്ലായി ഡിഷസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ല റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണിത്. ഇവിടുത്തെ ആംബിയൻസും അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ, മുകളിൽ സീലിങ്ങിലൊക്കെ ഒരുപാട് ബെൽസൊക്കെ തൂക്കിയിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബെൽസ് കണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. എന്ന് വെച്ചാൽ വളരെ വാസ്റ്റായിട്ടുള്ള ഏരിയയിൽ തന്നെ അവരത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കബാബ്സ്, ബിരിയാണി, തന്തൂരി ഐറ്റംസ് ഒക്കെ ഉള്ള വെറൈറ്റി ഓഫ് ക്ലാസ് ഫുഡാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല സർവീസുമായിരുന്നു. ഞങ്ങൾ ഡിന്നറിനാണ് അവിടെ പോയത്. ടൊമാറ്റോ സൂപ്പൊക്കെ വളരെ വളരെ നന്നായിരുന്നു. സാധാരണ നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൽ പോയി ടൊമാറ്റോ സൂപ്പ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ക്രീമിയും സ്വീറ്റായിട്ടൊക്കെയാണ് കിട്ടാറുള്ളത്. പക്ഷേ ഇവിടുത്തെ ടൊമാറ്റോ സൂപ്പിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ കഴിച്ചത് മഷ്റൂം ചില്ലിയാണ് കേട്ടോ. മഷ്റൂം ചില്ലി നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ മെയിൻ ഡിഷായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ടിക്ക മസാലയാണ്, വെജ് ജാൽഫ്രൈസിയാണ്, തന്തൂരി ചിക്കനും ആണ് സൈഡ് ഡിഷസായിട്ട് ഓർഡർ ചെയ്തത്. ലാച്ച പൊറോട്ടയും റൊട്ടിയും ഒക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചത്. എല്ലാം നല്ലതായിരുന്നു. ലാച്ച പൊറോട്ടയും റൊട്ടിയും വെജ് ജാൽഫ്രൈസി, അതുപോലെ തന്നെ തന്തൂരി ചിക്കൻ, ചിക്കൻ ടിക്ക മസാല എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. എന്തായാലും ഈ റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണിത്. അരവിന്ദും അഞ്ജലിയും എപ്പോഴും അവിടെ പോകാറുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിറ്റി ഫേസ് 1 46 ounces ബ്രൂ ഗാർഡനാണ്. നല്ല ഗ്രീനറി ആയിട്ടുള്ള ഓപ്പൺ എയർ ഔട്ട്ഡോർ ഗാർഡൻ സീറ്റിംഗ് ഒക്കെ ഉള്ള പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണിത്. ലൈവ് സ്പോർട്സ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ക്രിക്കറ്റ് ഒക്കെ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ലൈവ് മ്യൂസിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ഏഷ്യൻ ഇങ്ങനെ എല്ലാ വെറൈറ്റി ആയിട്ടുള്ള മെനു അവിടെ അവൈലബിൾ ആണ്. അപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് പോയിട്ട് ബാംഗ്ലൂർ ട്രൈ ചെയ്തിട്ടുള്ള JP നഗറിലെ ബ്രഹ്മ ബ്രൂസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് അത്ര സൂപ്പറായിട്ട് തോന്നിയില്ല. പിന്നെ അവിടുത്തെ ലഷ് ആംബിയൻസ് തന്നെയാണ്, അവരുടെ ഗാർഡനും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളിന്ന് രാത്രി, അതും ഡിന്നറിനാണ് പോയത് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ പിന്നെ എന്താ പറയുക റെസ്റ്റോറൻറ്റ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സാണ് ബാംഗ്ലൂരിൽ പോയി ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.